കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ രാവിലെ തുടങ്ങി കോൺഗ്രസ് നേതാക്കളുടെ മറുപടി എടുക്കലാണ് പരിപാടി. കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ നേതാക്കൾ സംരക്ഷിക്കുന്നു എന്നത് തെറ്റായ വാദമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിലെ നിയമ നടപടികളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. രാജ്യത്ത് നിയമമുണ്ടല്ലോ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് അതൊക്കെയും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കടുത്ത നടപടിയാണ്. നിയമസഭ നടക്കുമ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആരോപണം വന്നൊരാൾക്കെതിരെ എടുക്കാനാകുന്നതിന്റെ പരമാവധി നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും KC മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. രാഹുലുമായി ബന്ധപ്പെട്ട കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അന്വേഷിക്കട്ടെ. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും KC വേണുഗോപാൽ വിശദീകരിച്ചു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിൻ്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടി അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടും. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം തന്നെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന മാറി പറയാൻ പറ്റില്ല. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അത് പശ്ചാത്തലത്തിലെ കാര്യം നിയമത്തിൻ്റെ വഴി. അക്കാര്യത്തിൽ പ്രാദേശിക പാർട്ടി നേതൃത്വമാണ് ചെയ്യേണ്ടത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പങ്കെടുക്കരുത്.